കൊറിന്ത്യസ് ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ 1 Corinthians 2:16 പറഞ്ഞത് ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിന്റെ മനസ്സുണ്ട്. ബട്ട് വി ആർ ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് എന്നാ പറയുന്നത്. ഒന്ന് വായിച്ചേ. ബന്ധം 1 Corinthians 2:16. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ഹല്ലേലൂയ. അതാണ് ബന്ധം. ദാറ്റ് ഈസ് ബന്ധം. അല്ലാതെ ഒരു മതമല്ല പ്രിയപ്പെട്ടവരെ. ദൈവവുമായിട്ടുള്ള ബന്ധം മതമല്ല. ദൈവമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ദൈവത്തിനെ മനസ്സറിയാം. ഐ നോ ഹിസ് മൈൻഡ്. നോ ഹിസ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താ? ഞാൻ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം അവൻ്റെ ഹിതമനുസരിച്ച്, അവൻ്റെ മനസ്സനുസരിച്ചാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അതാണ്, ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ്. യേശു ക്രിസ്തു മരിച്ചത് പ്രിയപ്പെട്ടവരെ മതം സ്ഥാപിക്കാനല്ല, മരിച്ചത് ബന്ധം സ്ഥാപിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാരുടെ 5-ാമത്തെ അധ്യായം 8-10 വായിച്ചേ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം, എത്രയധികം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. നമ്മൾ എന്നിട്ട് ഈ സ്നേഹമെല്ലാം മാറ്റിവെച്ചിട്ട് കുറെ പുണ്യാളന്മാരുടെ പുറകെ പോകും. പുണ്യാളന്മാരുടെ പുറകെ പോകുന്നത് പ്രിയപ്പെട്ടവരെ, നമുക്ക് നാണം ഉണ്ടാവണം. ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വല്ലവരും തന്നിട്ടുണ്ടെങ്കിൽ ആ താങ്ക് യു പറയുന്ന വേറെ വ്യക്തിയോടാണോ? ഞാൻ ബ്രദറിന് എല്ലോ ഒരു സ്ഥാനം തന്നാൽ അതിന് നന്ദി പറയുന്നത് വേറെ വ്യക്തിയോടാണോ? നാണമില്ലാത്ത, നന്ദിയില്ലാത്തത് മാത്രമേ ചെയ്യുള്ളത്, അല്ലേ? വായിച്ചേ. നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എപ്പോഴാണ്? ഞാൻ ദൈവത്തിന്റെ സ്നേഹിതനായിരുന്നപ്പോൾ, അല്ലേ? അല്ല, ഞാൻ ശത്രുവായിരുന്നപ്പോൾ, ഞാൻ പാപിയായിരുന്നപ്പോഴാണ് ദൈവം എനിക്ക് വേണ്ടി മരിച്ചത്. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. 11 വായിച്ചേ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണത്താൽ ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ രമ്യപ്പെട്ടതിന് ശേഷം അവന്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. പ്രിയപ്പെട്ടവരെ, പിന്നെ എന്തിനാണ് നമ്മൾ വേറെ വ്യക്തികളുടെ പുറകെ പോകുന്നത്? ഞാൻ ശത്രുവായിരുന്നപ്പോൾ ദൈവം പുത്രനെ തന്നെ കൊലയ്ക്ക് വീഴാൻ പോലും എന്നെ അത്രയധികം സ്നേഹിച്ചു. പിന്നെ ഞാൻ ദൈവത്തിൻ്റെ മിത്രമായപ്പോൾ പിന്നെ എന്തുമാത്രം സ്നേഹിക്കും എന്നെ. പിന്നെ ഞാൻ എന്തിനാണ് വേറെ വ്യക്തികളുടെ പുറകെ പോകുന്നത്? നാശത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകൻ പറഞ്ഞത്, അജ്ഞത മൂലം എൻ്റെ ജനം നശിച്ചു പോവുകയാണ്. ഇന്ന് ലോകത്തിൽ വളരെയധികം ആൾക്കാർ നശിച്ചു പോവുകയാണ് അജ്ഞത മൂലം. കാരണം എന്താണ്? അവർ മുറുകെ പിടിക്കുന്നത് രക്ഷകനായ യേശുവിനെ അല്ല, അവർ മുറുകെ പിടിക്കുന്നത് മതത്തെയാണ്. മതം പറയുകയാണ് ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ഇങ്ങനെ അതും ഇതും ചെയ്തിട്ടുണ്ടെങ്കിൽ നാശത്തിലേക്ക് പോവുള്ളൂ. ഗ്യാരണ്ടീഡ് നാശം. കാരണം രക്ഷനായ യേശു അവിടെ പറയുന്നുണ്ട്, ഹെബ്രായർ 7-ാമത്തെ അധ്യായം 25-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അവൻ്റെ ജോലി എന്താണെന്ന്. എല്ലാവരും ചോദിക്കുകയല്ലേ, ബ്രദറെ നിങ്ങളുടെ ജോലി എന്താണെന്ന്, അല്ലേ? പറയും ഓഫീസിൽ അവിടെ ഞാൻ ജനറൽ മാനേജറാണ്, ഞാൻ ഇന്ന ബാങ്കിലെ മാനേജറാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയല്ലേ. യേശു ക്രിസ്തുവിനും ജോലിയുണ്ട്. ആ ജോലി എന്താണ് കേട്ട്? തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അവനൊരു ജോലിയുണ്ട്, മധ്യസ്ഥം വഹിക്കാനായിട്ട്. He always lives. ഇംഗ്ലീഷിൽ ചേർന്ന് പറയുന്നത്, and he is able to save to the uttermost those who come to God through him, and he always lives to make intercession. അവൻ ജീവിക്കുന്നത് ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലതുവശത്ത് അവൻ ഇരിക്കുന്നത് നിങ്ങൾക്കും എനിക്കും വേണ്ടി മധ്യസ്ഥം പറയുവാനാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രിയപ്പെട്ടവരെ മറ്റു വ്യക്തികളുടെ പുറകെ പോകുന്നത്? നിങ്ങൾ പറഞ്ഞ ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർക്ക് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർ ഒരു കഴിവുമില്ലാത്ത വ്യക്തികളുടെ പുറകെ പോകുന്നത്? ഹല്ലേലൂയ. പിന്നെ നമുക്കറിയാം, അപ്പോൾ ദൈവം യേശുക്രിസ്തു മരിച്ചത് നമ്മളുടെ ദൈവമായിട്ടുള്ള ബന്ധം പുനർസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അല്ലേ? ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം പറയുന്നുണ്ട്, ഒരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. അതെന്താ? നമ്മളുടെ നാശത്തിന്, അല്ലേ? നമ്മളുടെ ഹല്ലേലൂയ. ഒരു നിരാശയ്ക്ക്, അല്ലേ? എന്തിനാണ്? പ്രത്യാശയ്ക്ക്. ഒന്ന് വായിച്ചേ. ദൈവത്തിന് എല്ലാം നല്ലതേ വരുള്ളൂ എന്ന് പറഞ്ഞേ, നല്ലതേ വരുകയുള്ളൂ. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. കാരണം അങ്ങനെ ആ പദ്ധതി അനുസരിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഛായയിലും
സാദൃശ്യത്തിലും ആണ്. കാരണം ദൈവം ആഗ്രഹിച്ചെന്താണ്? ഇവരും എൻ്റെ മക്കളാകണം. അങ്ങനെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും. പക്ഷെ ആ പ്ലാന് തകിടം മറിച്ചു. ആര്? സാത്താനൊന്നുമല്ല, അനുസരണ കേടുകൊണ്ട് മനുഷ്യൻ തന്നെ അത് തകിടം മറിച്ചു. സാത്താൻ അവിടെ വന്നതേ ഉള്ളൂ. സാത്താൻ്റെ പുറകിൽ, സാത്താൻ്റെ തലയിൽ ആ കുറ്റം ഇടാൻ പറ്റിയില്ല. ഇറ്റ് ഈസ് മാൻ ഹു കമ്മിറ്റഡ് സിൻ ബൈ ഡിസോബീഡിയൻസ്. പക്ഷേ ഇതാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ച് ആ പാപത്തിൽ നിന്ന് പാപപരിഹാരം എനിക്കും നിങ്ങൾക്കും വേണ്ടി, ഞാനും നിങ്ങളും മരിക്കേണ്ടതിന് പകരം യേശു ക്രിസ്തു നമ്മൾക്ക് വേണ്ടി മരിച്ചു. എന്നിട്ട് എനിക്കൊരു ജീവൻ തന്നു. അങ്ങനെ ജീവൻ തന്നതിൻ്റെ എന്തിൻ്റെ ആഗ്രഹം എന്താണ്? പഴയ പ്ലാനും പദ്ധതിയിലോട്ട് പോകുവാൻ. എന്താണ്? ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ആകുവാൻ വേണ്ടി. പ്രിയപ്പെട്ട, നമ്മൾ മനസ്സിലാക്കണം, ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ദൈവഭവനത്തിലെ അംഗങ്ങളാകുവാൻ വേണ്ടിയാണ്. അതിന് അത്രയധികം സ്നേഹം. ആ സ്നേഹം എവിടെയായിരുന്നു? യേശു ക്രിസ്തു നിങ്ങൾക്കും എനിക്കും വേണ്ടി മരിച്ചു അതിലൂടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ പുനർസ്ഥാപനം, ബന്ധം പുനഃസ്ഥാപിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പറ്റുകയുള്ളൂ. പിന്നെ നമുക്ക് മനസ്സിലാക്കണം വേറെ വലിയ സത്യം ഇതാണ്. സമയമില്ലാത്തതുകൊണ്ട് ഫിലിപ്പിയർക്കുള്ള 2-ാമത്തെ അധ്യായത്തിൽ വായിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തു എന്തൊക്കെയാണ് ഉപേക്ഷിച്ചത് ആ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് നമുക്കറിയാം ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, 12:2 ഒന്ന് വായിച്ചേ. Looking unto Jesus the author and the finisher of my faith, who for the joy that was set before him endured the cross. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണതയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത്. ആ സന്തോഷം എന്താണ്? നിങ്ങളും ഞാനും രക്ഷപ്പെടുന്ന സന്തോഷം. നിങ്ങളും ഞാനും രക്ഷപ്പെടുന്ന ആ സന്തോഷം മുന്നിൽ കണ്ടതുകൊണ്ടാണ് അവന് കുരിശ് നിസാരമായി, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അപമാനം വകവയ്ക്കാതെ ആ കുരിശിലേക്ക് മുന്നോട്ട് പോയി. എന്താണ്? ആ കുരിശിൽ നിന്ന് വരുന്ന ഫലം അവനറിയാമായിരുന്നു. ആത്മാക്കൾ രക്ഷപ്പെടും. അതായിരുന്നു സന്തോഷം. അത്രയധികം ദൈവം നമ്മളെ സ്നേഹിച്ചു. ആ ദൈവത്തിന് നമ്മൾ എന്താണ് തിരികെ കൊടുക്കുക? ആ ദൈവത്തിന് തിരികെ കൊടുക്കുന്നത് എന്താണ്? നമ്മളെ രക്ഷിക്കുന്നതിന് ഒരു പുണ്യാളന് പ്രാർത്ഥിക്കും, അല്ലേ? ഹലോ, ആ യേശു ക്രിസ്തു വഴി നമുക്ക് രക്ഷയും നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ ഒരു പുണ്യാളന് നന്ദി പറയും. നന്ദി കെട്ട ജനമാണ്, നന്ദി കെട്ട ജനം. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ആർക്കെങ്കിലും ഇടർച്ചയുണ്ടോ പറയുന്നത്? ഇത് ഇടർച്ചയുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദിയുള്ളൊരു ജനമായിരിക്കണം. അതല്ലേ 10 കുഷ്ഠരോഗികളെ ദൈവം സുഖപ്പെടുത്തി, അല്ലേ? അതുകൊണ്ട് ചോദിച്ചു 9 പേരെ അവിടെ പോയി. 9 പേരവിടെ പോയി. ആ തിരികെ വന്നവനെ 2 കാര്യം കിട്ടി. ഒന്ന്, അവൻ്റെ കുഷ്ഠരോഗം മാറി. 2ാമത് അവന് നിത്യജീവനം കിട്ടി. മറ്റുള്ളവർക്ക് കുഷ്ഠരോഗം മാറി, എങ്ങോട്ടാണ് പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, that one person was made well. എല്ലാ മേഖലയിലും അവന് ഒരു സൗഖ്യം കിട്ടി. മറ്റവർ എന്താ പറയുന്നത്? they were healed, cured എന്നാണ് പറയുന്നത്. പക്ഷെ ഒരാൾ മാത്രമേ മെയ്ഡ് വെൽ ഉള്ളൂ, നന്ദി പറഞ്ഞവൻ. പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും നന്ദിയുള്ള ഒരു ജനമായിരിക്കണം. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിലൂടെ നോക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമുക്കറിയാം യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമ്മളെപ്പോലെ അല്ലേ ജനിച്ചു. നമ്മളെപ്പോലെയായിരുന്നു എല്ലാ മേഖലയിലും, അല്ലേ? പാപമൊഴികെ നമ്മളെപ്പോലെ തന്നെ ജീവിച്ചു, മരിച്ചു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം ഇതാണ്, ദൈവം ആത്മാവാണ്. ഇന്ന് മനുഷ്യൻ എന്നാ പറയുന്നത്, സൺ ഓഫ് മാൻ, മനുഷ്യപുത്രൻ ആയ യേശു ക്രിസ്തുവിനെ മാത്രമേ അവർക്ക് കാണുവാൻ പറ്റുന്നുള്ളൂ. അവർക്ക് ദൈവപുത്രനായ യേശു ക്രിസ്തുവായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പലപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും കാണണം. നമുക്കറിയാമല്ലോ, ഒരു തോമ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നല്ലോ, അല്ലേ? ഹലോ, ഒരു തോമാസ്. ആ തോമാസിന് കാണണം, തൊടണം, എങ്കിലേ വിശ്വാസം ഉള്ളൂ. അങ്ങനെ നമ്മളെല്ലാവരും തോമയുടെ എന്നാണ് പറയുന്നല്ലേ, തോമ കൺവേർട്ട് ചെയ്ത്. നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്ന് പലവരോടും ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പ്രതിമ ഉണ്ടാക്കുന്നത്? എന്തിനാണ് പ്രതിമ? അത് നമ്മൾക്ക് ഒന്ന് റിലേറ്റ് ചെയ്യാനായിട്ട്, നമ്മൾ കണ്ടിട്ട് ഒരു ബന്ധം ഉണ്ടാകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തോമാമാരെ പോലെ ആകരുത്. ദൈവത്തിൻ്റെ വചനം തന്നെ അവിടെ പറയുന്നുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. കാണാതെ വിശ്വസിക്കുന്നവൻ
ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പ്രതിമകളൊന്നും ഉണ്ടാക്കരുത്, പ്രതിമകൾ ഉണ്ടാക്കരുത്. കാരണം ദൈവം പ്രതിമയിലല്ല. ദൈവം പ്രതിമയിലാണോ? അല്ല, ദൈവം ആത്മാവാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ ഒരു താക്കീത് തന്നത്, ദൈവം നിങ്ങൾ പ്രതിമകൾ ഉണ്ടാക്കരുത്. പിന്നെ എന്തിനാണ് മനുഷ്യൻ പ്രതിമ ഉണ്ടാക്കുന്നത്? കാരണം അവർ ജഡത്തിലാണ്. അവർക്ക് ആത്മാവിൻ്റെ തലത്തിലേക്ക് കയറുവാൻ പറ്റുന്നില്ല. അവർക്ക് ദൈവത്തെ കാണണം, ഒരു പ്രതിമ കാണണം, അത് ദൈവമായിട്ട്. പിന്നെ അത് മുത്തി അതിന് പെയിൻ്റൊക്കെ പോവും, പിന്നെ അതിന് മാലയിടും, പിന്നെ അതിന് മുമ്പിൽ മെഴുകുതിരി കത്തിക്കും. എന്നിട്ട് അങ്ങനെ വേറെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അങ്ങനെ തൊടാതെ ഇരിക്കാനായിട്ട് അതിന് മുകളിൽ ഗ്ലാസ് കേസ് ഉണ്ടാക്കി. കാരണം എന്താ? ദൈവം അതിനകത്തിരിക്കുകയാണ്. ദൈവം പ്രതിമയ്ക്ക് അകത്തിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതിമയ്ക്കകത്തില്ല, ദൈവം ആത്മാവാണ്. ഇങ്ങനെ സത്യം മനസ്സിലാക്കിയാൽ നമ്മൾ പിന്നെ ഈ പ്രതിമയുടെ പുറകെ പോവുകയില്ല. കാരണം ഈ പ്രതിമ എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ബ്രദറിൻ്റെ വീട്ടിൽ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറിൻ്റെ അപ്പനാവുമോ? ഇല്ല. കാരണം അപ്പോൾ ഈ പ്രതിമയുടെ ഈ ഫേസ്, യേശു ക്രിസ്തു എത്ര മോഡൽ വരുന്നുണ്ട്. ആഫ്രിക്കൻ വരുന്നുണ്ട്, യൂറേഷ്യൻ വരുന്നുണ്ട്, ചൈനീസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്തെല്ലാം രീതിയിലും രൂപത്തിലും മീശയും എന്തെല്ലാം തരത്തിൽ വരുന്നുണ്ട്. അത് യേശു ക്രിസ്തു ആണോ? ആണോ? അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മൾ ആരാധിക്കുന്നത്, ബഹുമാനിക്കുന്നത്, പോയി മുട്ടുകുത്തുന്നതും വണങ്ങുന്നതൊക്കെ ആരെയാണ്? വെറും കല്ലും മണ്ണുമാണ്. അതാണ് ആത്മീയ വ്യഭിചാരം. ഇറ്റ്സ് ഐഡോളട്രി മാത്രമല്ല, ഇറ്റ്സ് അഡൾട്ടറി. കാരണം എനിക്ക് എപ്പോഴും ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ, നമ്മുടെ കാര്യം പറഞ്ഞാൽ പിന്നെ ആർക്കും ഇടർച്ച വരികയല്ലോ. എൻ്റെ വീട്ടിൽ കയറുമ്പോൾ തന്നെ മുറിയിൽ ബൈബിളൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ അവിടെ നല്ലൊരു ഫോട്ടോ, ഐക്കോൺ എന്ന് പറഞ്ഞാൽ വലിയ വിലപിടിപ്പുള്ളതാണ്, ഒരു പടം വെച്ചിരുന്നു. അത് പണ്ടത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. പണ്ട് പോകുമ്പോഴൊക്കെ മുത്തുമായിരുന്നു. ഞാനുള്ള കാര്യം, നമ്മുടെ കാര്യം പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. മുത്തുമായിരുന്നു, വളരെ ബഹുമാനം ഉണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. കാരണം ബൈബിളുണ്ട്, പടമുണ്ട്, നന്നായിട്ട് ഫ്രെയിം ചെയ്തതാണ്. കുറേ കഴിഞ്ഞിട്ടാണ്, അപ്പോൾ അത് യേശു ക്രിസ്തു. കുറേ കഴിഞ്ഞാണ് ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഹേ ബ്രദറെ, ഇത് സെയിൻറ്റ് ജോണാ, ഇത് യേശുവിൻ്റെ അല്ല, ഇത് സെയിൻറ്റ് ജോണിൻ്റെ പടം. അപ്പോഴാണ് മനസ്സിലായത്, ഇത്രയും നാൾ ഞാൻ ആരാധിച്ചതും ബഹുമാനിച്ചതും യേശു ക്രിസ്തുവിനെ അല്ല, സെയിൻറ്റ് ജോൺ. ആ സെയിൻറ്റ് ജോൺ തന്നെ തെറ്റാ കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മൾ ഇന്ന് മാത്രം കബളിപ്പ വരുന്നത്, അപ്പം തന്നെ അത് മാറ്റിയത്. ആ നിമിഷം ആ ബ്രദർ പോകലും ഈ ഇത് മാറ്റലും ഒരേപോലെ അത് അന്ന് സംഭവിക്കും. കാരണം എന്താ? നമ്മൾ ഒരു പ്രതിമയെ നോക്കി നമ്മൾ ആരാധിക്കുമ്പോൾ അതല്ല യേശു ക്രിസ്തു. കാരണം നമ്മൾക്ക് അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ദൈവം ആത്മാവാണ് എന്നുള്ളത് നമ്മൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ടാണ് ഈ പ്രതിമയുടെ പുറകെ പോകുന്നത്. അതുകൊണ്ടാണ് ഈ തിരുശേഷിപ്പിൻ്റെ പുറകെ പോകുന്നത്. കാരണം ഞാൻ പറയട്ടെ, ഒരു പുണ്യാളൻ്റെ കയ്യോ കാലോ തിരുശേഷിപ്പിന്, ആ പുണ്യാളൻ അതിനകത്താണോ? പുണ്യാളം പോയി. അത് വെറും മണ്ണാണ് അല്ലേ? മണ്ണിലേക്ക് മണ്ണിലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ എന്തിനാണ്? വൈ ആർ പീപ്പിൾ അഡോറിങ് ഈ ഐഡൽസ്? ഐഡോളട്രിയാണത്. ഒരിക്കലും ചെയ്യരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമുക്കറിയാം, മതമാണ് മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകുന്നത്. ദൈവം ആത്മാവാണെന്നുള്ള ആ അറിവ് തടഞ്ഞു നിർത്തുന്നത് മതമാണ്. കാരണം ദൈവം ആത്മാവാണെങ്കിൽ മതത്തിന് സ്ഥാനമില്ല. കാരണം ഞാനും എൻ്റെ ദൈവവുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധത്തിൻ്റെ ഇടയിലാണ് എന്ത് വരുന്നത്? മതം വരുന്നത്. സഭ എന്ന് പറയുമ്പോൾ പിന്നെ ഇച്ചിരി വ്യത്യാസം വരും. അതുകൊണ്ട് തൽക്കാലം സഭ എന്ന് പറയണ്ട, മതം വരുന്നത്. അപ്പം മതം എവിടെയാണ് വന്ന് നിൽക്കുന്നത്? ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് മതം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ മതത്തിലൂടെ മാത്രമേ അങ്ങോട്ടുള്ളൂ, മതത്തിലൂടെ മാത്രമേ ഇങ്ങോട്ടുള്ളൂ. അപ്പം മതം ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. കുറേ കഴിയുമ്പോൾ നമ്മൾ മതത്തിൻ്റെ അപ്പുറത്തുള്ള ആ ദൈവത്തെ നമുക്ക് അറിയുകയില്ല, മതം മാത്രമേ അറിയുകയുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ പോകുന്നത് മതമായിരിക്കും. മതത്തിന് രക്ഷിക്കാൻ പറ്റില്ല. കാരണം രക്ഷിക്കാൻ പറ്റുന്ന ഒരേ വ്യക്തിയുള്ളൂ, അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ യേശു ക്രിസ്തുവിനെ മുറുകെ പിടിക്കണം. അതുകൊണ്ടാണ് രക്ഷയെക്കുറിച്ച് പറയുന്നിടത്തൊക്കെ ഒരിക്കലും മതത്തെക്കുറിച്ചോ സഭയെക്കുറിച്ചോ പറയുന്നില്ല. സഭ നല്ലതാണ്, ഒരു കൂട്ടായ്മ വേണം, തീർച്ചയായിട്ടും വേണം.
പക്ഷെ രക്ഷ സഭയിലാണെന്നോ മതത്തിലാണെന്നോ പറയുന്നില്ല. പക്ഷെ രക്ഷ എവിടെയാണെന്ന് പറയുന്നുണ്ട്. റോമർക്ക് ലേഖനം 10-ാമത്തെ അധ്യായം 9-ഉം 10-ഉം വായിക്കോ. ആർക്കൊക്കെ ഇവിടെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്? ഹലോ, കൈകളൊന്നും പൊങ്ങുന്നില്ലേ? എൻ്റെ ദൈവമേ, രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി ഒരു ഹാലലൂയ പറഞ്ഞേ. ഹാലലൂയ. മാർഗം കേൾക്കാം, വായിച്ചേ. ആകയാൽ യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. മതത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. പിന്നെ 13 വായിച്ചേ. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അപ്പൊ അവിടെയൊന്നും മതത്തിന്റെ കാര്യം പറയുന്നില്ലല്ലോ. മതം വേണമെന്നോ അത് ചെയ്യണമെന്നോ ഇത് ചെയ്യണമെന്നോ ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇഫ് യു കോൾ അപ്പോൺ ദ നെയിം ഓഫ് ദ ലോർഡ് യു വിൽ ബി സേവ്ഡ്. നീ നിന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം, നീ രക്ഷ പ്രാപിക്കും. കാരണം നമുക്കറിയാം ഈനോക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ഈനോക്ക് നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായം 22-24 വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗോഡ്. മലയാളത്തിൽ പറയുന്നുണ്ട് എന്താണ്? അവൻ പ്രിയങ്കരനായി ജീവിച്ചു. വാക്ക്ഡ് വിത്ത് ഗോഡിന്റെ മലയാളത്തിലുള്ള തർജ്ജമ അവൻ പ്രിയങ്കരനായി ജീവിച്ചു. പ്രിയങ്കരനായി ജീവിച്ചു എങ്ങനെയാണ്? ദൈവം ആഗ്രഹിച്ചതുപോലെ ജീവിച്ചു. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബന്ധമുള്ളപ്പോൾ നമ്മൾ എനിക്കൊരു സ്നേഹബന്ധമുണ്ടെങ്കിൽ ഉള്ളപ്പോൾ ആ മറ്റു വ്യക്തി ആഗ്രഹിക്കുന്ന പോലെയല്ലേ ഞാൻ പ്രവർത്തിക്കുക, അല്ലേ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈനോക്ക് പ്രവർത്തിച്ചു, ജീവിച്ചു. ഹി വാക്ക്ഡ് വിത്ത് ഗോഡ് ആൻഡ് ഗോഡ് ടുക്ക് ഹിം. അപ്പോൾ ബന്ധമാണ് പ്രിയപ്പെട്ടവരെ, അല്ലാതെ മതമല്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടണം. പ്രിയപ്പെട്ടവരെ, മതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യൻ്റെ ഇടയ്ക്ക് ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ഇടയാളിയോ ഇന്റർമീഡിയറി ഇടനിലക്കാരനായിട്ട് നിൽക്കുകയാണ്. ഇടനിലക്കാരന് രക്ഷിക്കാൻ പറ്റുകയില്ല, യേശു ക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ മതത്തിൻ്റെ മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മളല്ല മുറുകെ പിടിക്കുന്നവർ മതത്തിൻ്റെ അടിമകളാകും. വായിച്ചു കേൾക്കാം. റോമർക്ക് ലേഖനം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഒന്ന് വായിക്കാം. റോമൻസ് 6:16. നിങ്ങൾ അനുസരണമുള്ള ദാസന്മാരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവന്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? അപ്പോൾ മതം പറയാണ് ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ, അങ്ങോട്ട് തിരിഞ്ഞു വേണം പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ഞാൻ അത് ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ അടിമയാകുകയാണ്. ഒന്നുകിൽ മരണത്തിൽ വചനം പറയുന്നത് കേട്ടോ. ഞാൻ ആരോ to whomever you submit yourself, you are a slave of that. വായിച്ചേ. അപ്പോൾ നമുക്ക് ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ കേട്ടല്ലോ, നിയമത്തിലൂടെയാണ് നിങ്ങൾ രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു എന്ന് വെച്ചാൽ മരണം സംഭവിക്കും. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ നിയമത്തെ മുറുകെ പിടിക്കാം, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ആരാണ് നീതിമാൻ? യേശു. He is a righteous one. കാരണം അവൻ്റെ പേര് തന്നെ The Lord is my righteousness. Hallelujah. അപ്പോൾ അങ്ങനെ നമുക്കൊരു ചൂസ് ചെയ്യാനുള്ള, നമുക്ക് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് തരികയാണ്. കാരണം നമുക്കറിയാം അവന് മാത്രമേ നമ്മളെ രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 34 മുതൽ 36 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, If the Son sets you free, you are free indeed. എന്ന് വായിച്ചേ. യോഹന്നാൻ 8:34-36. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. അവന് ഭവനത്തിലോട്ട് പോകാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, ഒടുക്കം മരിച്ചു കഴിഞ്ഞിട്ട് ആരെങ്കിലും വന്ന് എന്നെ വീണ്ടെടുക്കും, മോചിപ്പിക്കും, കുറെ പ്രാർത്ഥനയിലും കുറെ പൈസ കൊടുക്കും, കുറെ മെഴുതി കത്തിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും രക്ഷ പ്രാപിക്കുകയില്ല. കാരണം പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പുത്രൻ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ സിസ്റ്റർ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു വിടുതൽ കിട്ടണം, ഒരു ഫ്രീഡം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പുത്രന് മാത്രമേ നമ്മൾക്ക് രക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. ഇന്ന് നമുക്കറിയാം, വേറെ 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ അവിടെയും പറയുന്നുണ്ട്, നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, ഇരുട്ടും വെളിച്ചവുമായിട്ട് ഒരു കൂട്ടുമില്ല. There cannot be a relationship. ഒന്ന് വായിച്ചേ.
നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിന്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണുള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയം ഏതാണ്? നമ്മളുടെ ഹൃദയം ആണോ? അല്ല, ദൈവത്തിന്റെ ആലയം എവിടെയാ? നമ്മുടെ ഹൃദയം. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലാണ് ദൈവത്തിന്റെ ആലയം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്, അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇതാണ് ബന്ധം. അവിടെ മതത്തെ കുറിച്ചൊന്നും ഞാൻ കേട്ടില്ല, നിങ്ങൾ കേട്ടോ? ഹലോ, ഇന്ന സഭയിലാണ്, ഇന്ന മതത്തിലാണ് എങ്കിൽ ഞാൻ നിങ്ങളുടെ പിതാവും നിങ്ങൾ എൻ്റെ മക്കളുമാവുന്നു. ഇല്ല, നിങ്ങൾ വേർപിരിഞ്ഞു വരിക, അശുദ്ധമായതൊന്നും തൊടാതെ. യു കം ഔട്ട്. അപ്പോൾ ഐ വിൽ ബി എ ഫാദർ ടു യു ആൻഡ് യു ഷാൽ ബി മൈ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കാൻ കൊള്ളുന്നതാണോ? ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 63-ാമത്തെ വചനം ഒന്ന് വായിക്കാം. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവാണ് ജീവൻ തരുന്നത്. ആരാണ് ആത്മാവ്? ദൈവം ആത്മാവാണ്. ആത്മാവിന് ജീവൻ തരുവാൻ പറ്റും. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ശരീരത്തിലുള്ള കുറെ പ്രവൃത്തി ഉണ്ടല്ലോ, അതിന് ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വലിയ സത്യം ഇതാണ്. 2 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം ഒന്ന് വായിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഈ വചനം കേട്ടിട്ട് അത് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ വചനങ്ങളാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു നാളെ ഉണ്ടാകുകയില്ല. മനസ്സിലാക്കണം. എല്ലാവരും ആരൊക്കെ മരിക്കും? എല്ലാവരും മരിക്കുകയില്ലേ? ഇവിടെ മരിക്കാത്തവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദി ലോർഡ് ഈസ് കമ്മിങ്. ദി ലോർഡ് ഈസ് കമ്മിങ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ദൈവം യേശുക്രിസ്തു വരുമെന്ന് വിശ്വസിച്ച് നമുക്ക് ആ പൗലോസിനെ പോലെ പ്രത്യാശയോടെ നിൽക്കാം. ഹല്ലേലൂയ. പക്ഷേ അത് സംഭവിച്ചിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും മരിക്കും. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു ഗുണവുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അവസരം, ദൈവത്തിൻ്റെ എല്ലാ ദിവസവും ദൈവം അവസരങ്ങൾ തരികയാണ്. നമ്മൾക്ക് രക്ഷകനായ യേശുവിനെ സ്വീകരിക്കുവാനുള്ള അവസരങ്ങൾ തരികയാണ്. വായിച്ചേ. അവിടെ നിന്ന് അരുളി ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതെപ്പോഴാണ്? ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇന്ന്, ഇപ്പോൾ, now. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. എപ്പോഴാണ് രക്ഷയുടെ ദിവസം? ഇപ്പോൾ. കാരണം ചിലപ്പോൾ നാളെ ഒരു ഇപ്പോൾ പറയാൻ പറ്റുകയില്ലായിരിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവാണ് രക്ഷകനായ യേശുവിനെ നിങ്ങൾ എപ്പോൾ മുറുകെ പിടിച്ച് സ്വീകരിക്കുന്നുവോ അന്ന് നിങ്ങൾ രക്ഷ പ്രാപിക്കും. ദൈവത്തിന്റെ വചനം മാറാത്ത വചനം പറയുന്നത്, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഈ സത്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. പിന്നെ നമുക്കറിയാം, എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം പറയുന്നത്, അവനിലൂടെ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു ആകുന്ന രക്ഷകനിൽ കൂടെ രക്ഷയുള്ളൂ. കാരണം അവനാണ് രക്ഷ. അവനിന്റെ പുറമെ വേറെ രക്ഷയില്ല. അവൻ തന്നെയാണ് രക്ഷ. ഒന്ന് വായിച്ചേ. എഫിഷ്യൻസ് 1:7. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വലിയ സത്യമാണ് 1 പത്രോസ് 1-ാമത്തെ അധ്യായം 18-19 വചനങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടത്. അല്ലേ? വി ഹാവ് ബീൻ റിഡീംഡ്. എങ്ങനെ, എന്തുകൊണ്ട്, എന്തിൽ നിന്ന്? ഈ 2 കാര്യം മനസ്സിലാക്കണം. വായിച്ചേ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന്. അപ്പൊ എന്തിൽ നിന്നാണ് നമ്മളെ വീണ്ടെടുത്തത്? വ്യഭിചാരത്തിൽ നിന്നും, മോഷണത്തിൽ നിന്നും, കൊലപാതകത്തിൽ നിന്നും ഒക്കെ, അല്ലേ? കള്ളുകുടിയിൽ നിന്നും. എന്തിൽ നിന്നാ? We have been redeemed from വ്യർത്ഥമായ ജീവിത രീതി. എവിടെ നിന്നാ കിട്ടിയത്? പിതാക്കന്മാരിൽ നിന്ന്. The traditions, അവിടെ നിന്നാണ്. That is the root of all evil. എല്ലാ പാപത്തിന്റെയും അടിസ്ഥാനം, അല്ലെങ്കിൽ അടിത്തറ അതാണ്. നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണ്ണമോ കൊണ്ടല്ല. അപ്പൊ എന്തിൽ നിന്ന്, എങ്ങനെ, എന്തിൽ നിന്ന് നമ്മൾ കേട്ടു? പിതാക്കന്മാരിൽ നിന്ന് കിട്ടിയ വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്നാണ് വീണ്ടെടുക്കപ്പെട്ടത്. എന്തുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ടു? കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള
ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ട് അത്രേ. The priceless blood of Jesus Christ. അതിന് വില കൽപ്പിക്കാൻ പറ്റുകയില്ല പ്രിയപ്പെട്ടവരെ. അതിന് വില കൽപ്പിക്കുവാൻ പറ്റുകയില്ല. വിലയുണ്ട്. The love of God. ദൈവത്തിൻ്റെ സ്നേഹം. That is a price. Hallelujah. അപ്പോൾ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട അതിൽ നിന്നാണ്. പിന്നെ നമുക്ക് മനസ്സിലാക്കാം 1 കൊരിന്ത്യർ 6-ാമത്തെ അധ്യായം നമ്മൾ നേരത്തെ വായിച്ചു കേട്ടുവല്ലേ, എങ്ങനെയാണ് ദൈവം നമ്മൾ ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടത്. നമ്മൾ നമ്മുടെ സ്വന്തമല്ല. ഒന്ന് വായിച്ച് 1 കൊരിന്ത്യർ 6:19-20. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങൾ ഓരോരുത്തരും വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ. നിങ്ങൾ ആരുടേതാണ്? യേശു ക്രിസ്തുവിന്. അപ്പം നിങ്ങൾ യേശു ക്രിസ്തുവിനെ ആണെങ്കിൽ നിങ്ങൾ ഉള്ളതെല്ലാം യേശു ക്രിസ്തുവിനെ ആണോ? അതെ. ആണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൻ്റെതാണെങ്കിൽ, നിങ്ങൾ യേശുവിനെ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം യേശു ക്രിസ്തുവിനെ ആണോ? അതെ. പ്രൈസ് ദി ലോർഡ്. അതനുസരിച്ച് പ്രവർത്തിക്കണം പ്രിയപ്പെട്ടവരെ. ഏത് മേഖലയാണ് നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റാത്തതെങ്കിൽ ദൈവത്തിന് കൃപ വേണം. നമ്മളെല്ലാം നമ്മുടെ ജഡത്തിന് ബലഹീനത ഉണ്ട് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും മേഖലയിൽ നമ്മൾക്ക് പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ആണെന്നുള്ളത്, ആ ആണെന്നുള്ളത് നമ്മൾ മനസ്സിൽ സമ്മതിച്ചു, പക്ഷേ നമുക്ക് പ്രവൃത്തിയിൽ അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നെ പൂർണ്ണമായിട്ട് യേശു ക്രിസ്തുവിന് തന്നെ സമർപ്പിക്കുവാൻ. കാരണം ഞാൻ എൻ്റേതല്ല, ഞാൻ ദൈവത്തിൻ്റെതാണ്, യേശു ക്രിസ്തുവിൻ്റേതാണ് എന്നേറ്റ് പറയുക. അപ്പോഴാണ് നമുക്ക് പറയുന്നത്, നമ്മൾ പറയല്ലേ, പിള്ളേരെ കുറിച്ച് പറയുമ്പോൾ പറയേ ഇവൻ എൻ്റെ മകനാണെന്ന്, അല്ലേ? അപ്പോഴാണ് ദൈവം, പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരെ കുറിച്ച് പറയും ഇവൻ എൻ്റെ മകനാണ്, ഇവൻ എൻ്റെ മകളാണ് എന്നുള്ളത്. ആ റിലേഷൻഷിപ്പ്, ആ ദൈവത്തിനായിട്ടുള്ള ബന്ധം നമ്മൾ പൂർണ്ണമായിട്ട് ആ പിതാവും മക്കളുമായിട്ടുള്ളത് പോലെ ഒരു ബന്ധമുണ്ടാകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അങ്ങനെ വരുമ്പോഴാണ് ദൈവം, നമുക്കറിയാമല്ലോ ചില ഡോബി മാർക്കൊക്കെ ഇടുകയല്ലേ, ഷർട്ടിലൊക്കെ ഒരു മാർക്ക് ഇടുകയല്ലേ, അല്ലേ? ഓരോരുത്തർ ഓരോ ഇനീഷ്യലൊക്കെ ഇടും, അല്ലേ? അലക്കാൻ കൊടുക്കുമ്പോൾ സാധനം തിരിച്ചു വരാനായിട്ട്. അതുപോലെ തന്നെ ഈ ലോകത്തിൽ നമ്മൾ ഈ ലോകവുമായിട്ട് ഇടപെടുമ്പോൾ നമ്മളുടെ ദൈവത്തിൻ്റെതാണ്, ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് എന്ന് അറിയുവാനായിട്ട് ദൈവം നമ്മൾക്ക് ഒരു മാർക്ക് തരും. ആ മാർക്കാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് എഫിഷ്യൻസ് 1-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ വായിക്കാം. എഫിഷ്യൻസ് 1:13-14. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കാനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലേക്ക് പോകണം. നമുക്ക് ഇവിടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ലോകത്തിലേക്ക് പോകുമ്പോൾ സാത്താൻ നമ്മുടെ എതിര് വരുമ്പോൾ അവൻ ആ മുദ്ര കാണും. ഇവൻ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. അതുകൊണ്ട് അവൻ പറയും ഐ ആം നോട്ട് പ്ലേയിങ് ദ ഫൂൾ വിത്ത് യു. കാരണം രാജകുമാരനോട് ആരും കളിക്കുകയില്ല. കാരണം രാജകുമാരനോട് കളിച്ചാൽ രാജാവ് പുറകെ വരുമെന്നറിയാം. കാരണം അവൻ ആരാണ്? രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ. He is the King of Kings and the Lord of Lords. No one fools around with a prince. കാരണം the king will come behind you. ആരൊക്കെ വിശ്വസിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കണം, യേശു ക്രിസ്തു മരിച്ചത് സഭ സ്ഥാപിക്കാനല്ല. യേശു ക്രിസ്തു മരിച്ചത് മതം സ്ഥാപിക്കാനല്ല. സഭകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞത് സഭ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ മതവും സഭയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നു പറയും. മതം സ്ഥാപിക്കാനല്ല, യേശു ക്രിസ്തു വന്നത് ബന്ധം സ്ഥാപിക്കാനാണ്. യേശുക്രിസ്തു വന്നത് ദൈവവും മനുഷ്യനുമായിട്ടുണ്ടായിരുന്ന ബന്ധം പാപമൂലം വിച്ഛേദിക്കപ്പെട്ടു പോയി. അത് യേശുവിൻ്റെ മരണം മൂലം അത് പുനർസ്ഥാപിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു മരിച്ചത്. സഭ എന്ന് എപ്പോഴും പറയുന്നത്. മതം നിയമമാണ്. മതവും നിയമവും ഒരേ ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ. ആ മതം ഒരിക്കലും നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ഒരു സഭയ്ക്കും നിങ്ങളെ രക്ഷയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല. ആ രക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ പേരുണ്ട്. അവൻ്റെ പേരാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ്. അവിടെ പറഞ്ഞില്ല സഭയാണെന്നോ മതമാണെന്നോ പറഞ്ഞില്ല. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിലേക്ക് പോകുവാൻ പറ്റുകയില്ല.
Jesus.